ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുഗ്രഹിക്ക് റൂമൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം വിനോദ് പോകാണ്. ആ സമയത്ത് വിനോദിനോട് അനുഗ്രഹം പറയുന്നുണ്ട്, നീ എന്നും എന്നെ വന്ന് കാണണം കേട്ടോ എന്ന് പറയണേ. ആ സമയത്ത് ഈ സൂചിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. കാറ് കയറുന്നതിന് ശേഷം വിനോദിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നും അവളെ ചെന്ന് കാണും അല്ലേ, നിന്നെ ഞാൻ കൈവെട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. വിനോദ് ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് പ്രിയാമണി ഇങ്ങനെ പേപ്പറിലൊക്കെ നോക്കുമ്പോൾ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ സുജിയുടെ ജാതകം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പൊരുത്തങ്ങളൊക്കെ നോക്കുകയാണെന്ന് പറയണേ. അതെന്താ കെട്ടിച്ചുവിടാൻ പോകാണോ, സൂചിയും കൂടെ പോയാൽ താൻ ഒറ്റയ്ക്കാവട്ടോ, നമ്മൾ ബോറടിക്കും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അല്ല സൂചി പോകുന്നത് എനിക്ക് വിഷമം തന്നെയാണ്, പക്ഷേ എങ്കിലും ഒരു പെൺകുട്ടിയല്ലേ, അവളെങ്ങനെ കുടുംബത്തിൽ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുതിയ കല്യാണാലോചനയാണോ, അപ്പോൾ വിനോദോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ശേഷം അങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും സൂചിയെ കെട്ടിച്ച് വിടാതെ പറ്റില്ലല്ലോ, 101ലേക്ക് ചെന്ന് താൻ കാര്യം പറയും, സ്വപ്നവലി കേൾക്കേണ്ട താമസം ഓടിച്ചു വിടും ചിലപ്പോൾ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അവർ തമ്മിൽ ഇഷ്ടത്തിലില്ല, വിനോദ് ചെന്ന് പറയട്ടെ എന്നൊക്കെ പറയും. പിന്നീട് പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും, അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ സൂചിക്ക് വേറെ കല്യാണം ആലോചിക്കണ്ടേ, ഇപ്പം തന്നെ അവൾക്ക് വേറെ കല്യാണമാണോ ആലോചിക്കുന്നതെന്നൊക്കെ പറയും. അതിന് വേണ്ട, വിനോദ് മതി, വിനോദ് നല്ല പയ്യൻ തന്നെയാണ് എന്ന് പറയും. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, ആ അനുഗ്രഹത്തെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. അനുഗ്രഹമൊക്കെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ, ആ അനുഗ്രഹമല്ല, ആ കുട്ടീനെ കുറിച്ച്, കുട്ടി കുഴപ്പമില്ല എന്ന് പറയട്ടോ. ഇത്തിരി ഓവറാണോ അഭിനയം എന്നൊക്കെ ചോദിക്കണം. അഭിനയമാണെങ്കിലോ, പിന്നെ അഭിനയമൊന്നുമല്ല, അത് സത്യസന്ധമായിട്ടുള്ള സ്നേഹം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സുജീനെയും വിനോദിനെയും തന്നെയാണ്. സുജീക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലൊരു ദേഷ്യം പോയിട്ടില്ല. എന്നിട്ട് പറയുന്നുണ്ട്, എത്ര ഓർമ്മയാണ് താജ്മഹലിനെ കുറിച്ചും താജ്മഹലിനെ കണ്ടതിനെ കുറിച്ചൊക്കെ എന്താ ചോദിക്കുമ്പോൾ സംസാരം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. കണ്ടത് ഇപ്പോഴും മറന്നിട്ടില്ലല്ലേ എന്നൊക്കെ ചോദിക്കും. അത് ആൾക്കാർ കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞതല്ലേ, നീ ആ ശരിക്കും ആസ്വദിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ എൻ്റെ നല്ല ഫ്രണ്ടാണ്, അനുദതിന് മേഡത്തിൻ്റെ നല്ല ക്യാരക്ടറാണ്. അല്ല, നീ ഒരു കാര്യം പറഞ്ഞല്ലോ, മുംതാസിനെ തല്ലിക്കൊന്നു, അതേതാ, ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയട്ടോ. അത് ലൈഫ് ഓഫ് സുചിത്ര എന്നൊക്കെ പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, മനസ്സിലായി എന്ന് പറയും. അതെ, നീയും അനുഗ്രഹമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം, എനിക്കിനി താങ്ങാൻ പറ്റില്ല. വിവേകമായിട്ട് ഒരു പ്രാവശ്യം ബ്രേക്കപ്പ് ആയതല്ലേ, ആ സമയത്ത് ഇനി ഒരു റിലേഷനിൽ ചെന്നുപേടായിരുന്നെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഓൾഡ് മെമ്മറീസുമായിട്ട് നീ വന്നത് എന്ന് പറയും. അപ്പോൾ വിനോദ് പറയും, അവൾ എൻ്റെ നല്ല ഫ്രണ്ടാണോ, തനിക്കും നല്ലൊരു ഫ്രണ്ടായിട്ട് അവളെ കാണാൻ പറ്റും, തന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് ചിപ്പിനെയാണ്. ചിപ്പി മഹേഷിനോട് പറയാണ്, മദേഴ്സ് ഡേ വരാണ്, അമ്മയെക്കുറിച്ചൊരു പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞതാടാ അടി എന്ന് പറയാൻ കേട്ടോ. അമ്മയെക്കുറിച്ച് മോശം അഭിപ്രായമാണോ അതോ നല്ല അഭിപ്രായമാണോ എന്ന് മഹേഷ് ചോദിക്കാം കേട്ടോ. അത് അച്ഛൻ തന്നെ ഡിസൈഡ് ചെയ്യും എന്ന് പറയട്ടോ. എന്നിട്ട് അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറയട്ടോ. അപ്പോൾ അമ്മ വളരെ നല്ല സ്നേഹമുള്ളതാണ്, അമ്മയാണ് എൻ്റെ റോൾ മോഡൽ, ഒരു ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ ഒന്നുമല്ല എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാവണം, നല്ലൊരു സ്നേഹമുള്ള ഒരാളാവണം എന്നൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് പാവപ്പെട്ടവരെയും പണക്കാരെയും ഒക്കെ ഒരുപോലെ കാണണം, വേർതിരിവ് പാടില്ല. ഇതൊക്കെയാണ് അമ്മയെക്കുറിച്ച് മഹേഷ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ അമ്മയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും ഡാഡി അമ്മയെ സ്റ്റഡി ചെയ്യുന്നുണ്ടല്ലേ. അമ്മ എന്തായാലും ഇഷാദ് ചേട്ടനെ കൊണ്ടുവരാന്നിട്ട് കൊണ്ടുവന്നില്ലല്ലോ, ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും മഹേഷ് പറയാം. അമ്മയ്ക്ക് അരണയുടെ സ്വഭാവമാണ് എന്ന് പറയും. അപ്പോഴേക്കും നമ്മളെ ഇഷിത വരികയാണേ. അപ്പോൾ പറയുന്നുണ്ട്, അതെ അരണ വന്നല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ചിപ്പി പറയും, അരണ വന്നോ എന്ന് ചോദിക്കട്ടോ. അരണയോ എന്ന് ചോദിക്കട്ടോ. ഇഷാദേട്ടനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയട്ടോ. ആ സമയത്ത് ഇഷിതയ്ക്ക് പെട്ടെന്ന് മുഖം അങ്ങ് മങ്ങാണ്. അപ്പോൾ ഇഷിത പറയും, മഹേഷ് ഇഷാദ് പോയി എന്ന് പറയും. അപ്പോൾ മഹേഷ് ചോദിക്കും, പോയോ, ഡിസ്ചാർജ് ആയി പോയതാണോ? അല്ല, അവൻ്റെ ഓർമ്മ തിരിച്ച് കിട്ടി, രാത്രി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി റൂമിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി എന്ന് പറയും. അപ്പോൾ അവൻ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക, അവൻ ഒരു പക്ഷെ അവൻ്റെ ഫാമിലിയെ തേടി പോയതായിരിക്കും. അപ്പോൾ പറയുന്നുണ്ട്, താൻ എത്ര പെട്ടെന്നാണ് ഒരാളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത്രയും ആഴത്തിൽ ഒരാളെ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടായി മാറും എന്നൊക്കെ പറയാണ്. എന്തായാലും അതിൻ്റെ ഹാങ് ഓവർ 2 ദിവസം എനിക്ക് ഉണ്ടാവും, ഭക്ഷണം കഴിച്ചോ, എനിക്ക് വേണ്ട എന്ന് പറയും. എന്നിട്ട് ചിപ്പിനോട് പറഞ്ഞു, ചിപ്പി ഇന്ന് എവിടെയാണ് കിടക്കുന്നത്? അതെ, ഇന്ന് ഞാൻ നിങ്ങളുടെ 2 പേരുടെ അടുത്താണ് കിടക്കുന്നത്. എനിക്ക് അമ്മ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകട്ടോ ഇഷിത. ചിപ്പി ചോദിക്കുന്നുണ്ട് മഹേഷിനോട്, അപ്പോൾ ഇഷാദേട്ടൻ ഇനി കാണാൻ പറ്റില്ലേ? ഇഷാദേട്ടൻ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നു മഹേഷ്.
അതിന് ശേഷം ഇഷിത ഫ്രഷായിട്ടൊക്കെ വരികയാണ്. എന്നിട്ടിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. രണ്ടുപേരും കിടക്കുന്നുണ്ട്. സെൻട്രലായിട്ട് ചിപ്പിയും കിടക്കുകയാണ്. അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് അച്ഛനും അമ്മയും എന്നെ കെട്ടിപ്പിടിച്ച്. അപ്പോൾ ഇഷിത ഉറങ്ങുന്നില്ല, ഉറങ്ങണം, പക്ഷേ രണ്ടുപേരും കെട്ടിപ്പിടിക്കണം എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുമ്പോൾ ഇഷിതനെ കൈമലാണ് കേട്ടോ മഹേഷ് കൈവയ്ക്കുന്നു. പെട്ടെന്ന് തന്നെ മഹേഷും ഇഷിതയും കൈ വലിക്കും. ഇതെന്താ റിഫ്ലക്ഷൻ പോലെ രണ്ടുപേരും വീണ്ടും കൈ വയ്ക്കുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും കൈ വയ്ക്കുന്നു. പക്ഷേ കൈ വയ്ക്കുമ്പോഴേക്കും വീണ്ടും വീണ്ടും വലിക്കുകയാണ്. ലാസ്റ്റ് ചിപ്പി രണ്ടുപേരുടെ കൈ ഇങ്ങനെ പിടിച്ച് കെട്ടി ഇങ്ങനെ വെക്കുകയാണ്. അങ്ങനെ ചിപ്പി അവർ രണ്ടുപേരും ഉറങ്ങി കാണുമ്പോൾ ചിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഉറങ്ങി നീങ്ങിക്കെടുക്കൂട്ടോ മഹേഷിൻ്റെ. എന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ കുറച്ച് നീങ്ങിക്കെടുന്നതെന്ന് പറയും കേട്ടോ. അങ്ങനെ മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് നീങ്ങിക്കെടുക്കും. പിറ്റേ ദിവസം രാവിലെ തന്നെ സ്വപ്നവല്ലി വന്നിട്ട് രാമനാഥനോട് പറയാണ് അതേ മഞ്ജിമ അടുക്കളയിൽ കയറിയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മഞ്ജിമ 2 കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് വരികയാണ്. എന്നിട്ട് 2 പേർക്കും കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ കുടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് അച്ഛാ ചായ? ഇടിവെട്ട് ചായയാണെന്ന് പറഞ്ഞിട്ട് മഞ്ജിമ തനിക്ക് ചായ എടുക്കാൻ പോകും. ആ സമയത്ത് രാമനാഥൻ പറയുന്നുണ്ട് കുഴപ്പമില്ല ചായ, പക്ഷേ മോശമാണെന്ന് പറഞ്ഞാൽ ഇനി അവൾ അടുക്കളയിൽ കയറിയില്ലെങ്കിലോ എന്ന് പറയും. അതിന് ശേഷം മഞ്ജിമ വീണ്ടും അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് അച്ഛാ എങ്ങനെയുണ്ട് ചായ? മോള് പറഞ്ഞതുപോലെ ഇടിവെട്ട് ചായ തന്നെ, ഇനി എന്നും അച്ഛനെ മഞ്ജിമയുടെ ചായ മതി എന്ന് പറയും. അച്ഛാ ഇതൊരു പണിയാണ് കേട്ടോ എനിക്ക് എന്ന് പറയും. അതിന് ശേഷം പറയും മോൾ ഇവിടെ ഇരിക്കി, അച്ഛനൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ എന്താ അച്ഛാ? വിനോദിൻ്റെ കാര്യമാണ് എന്ന് പറയും. അപ്പോൾ വിനോദ് എന്താ? വിനോദ് ഇവിടെ ഒരംഗമായില്ലേ? അതെ. അപ്പം സ്വപ്നവലിയും പറയും ഏട്ടനും അനിയനും ഒന്നായില്ലേ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ലല്ലോ, വിനോദിനൊരു കുടുംബജീവിതമൊക്കെ വേണ്ടേ? അവനിനൊരു പെൺകുട്ടിയെ കൂടി കണ്ടെത്തണം. അപ്പോൾ രാമനാഥൻ പറയും ഞാനൊരു കുട്ടിയുടെ കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ മഞ്ജിമ പറയും വേണ്ട, അത് വേണ്ട, ഒരെണ്ണത്തിനെ കൊണ്ടത് തന്നെ ധാരാളം എന്ന് പറയും. ഇനിയിപ്പോൾ വേറെ കെട്ടാത്തത് ഒരെണ്ണം അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഇനി അതിനെയും കൂടി അങ്ങനെ കൊണ്ടുവരാനായിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ രാമനാഥൻ പറയും എന്താ സൂചിക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കും. അപ്പോഴേക്കും സ്വപ്നവലി പറയും അത് വേണ്ട, അതെനിക്ക് താല്പര്യമില്ല. ഇനി പ്രിയാമണി സ്വപ്നം കണ്ട് ഇരിക്കുകയായിരിക്കും ഒരെണ്ണത്തിനേക്ക് കൂടി ഇങ്ങോട്ട് ഇറങ്ങാൻ. അത് ഞാൻ സമ്മതിക്കില്ല. ആ അനുഗ്രഹം ഉണ്ടല്ലോ, ആ കുട്ടി മതി, എനിക്ക് ആ കുട്ടിന് നല്ല താല്പര്യം എന്ന് പറയും. മഞ്ജിമയ്ക്ക് അത് ഇഷ്ടമാവും കേട്ടോ. ഇതേ സമയം ചിപ്പിയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരും കേട്ടോ. ആ സമയത്ത് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കണതാണ്. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മ എഴുന്നേറ്റില്ലേന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കാമെന്ന് പറയും കേട്ടോ. സ്വപ്നവലി ഇങ്ങനെ ചിരിക്കും. അതെ അവർക്ക് രണ്ടുപേർക്കുള്ള ചായ എടുത്തേന്ന് പറയും. ചായ അവരിവിടെ വന്ന് കുടിച്ചോളും മോളെ എന്ന് പറയും കേട്ടോ മഞ്ജിമ. വേണ്ട ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് മഞ്ജിമ ചായ എടുക്കാൻ പോകും. അപ്പോൾ സ്വപ്നവലി രാമനാഥനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അവർ രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ. അതിന് ശേഷം മഞ്ജിമ പോയിട്ട് 2 കപ്പ് കാപ്പി എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ആ 2 കപ്പ് കാപ്പിയും കൂടി റൂമിലേക്ക് വരുമ്പോഴും മഹേഷ് ഇഷിതയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അടുത്ത് വന്നിട്ട് അച്ഛാ അമ്മേ എന്നെ ഒന്ന് നന്നായി കെട്ടിപ്പിടിച്ചെന്ന് പറയുമ്പോഴേക്കും മഹേഷിനെ നന്നായിട്ട് കെട്ടിപ്പിടിക്കാനായിട്ട് ഇഷിത. എന്നിട്ട് ഇഷിതര ഇപ്പുറത്ത് വന്നിട്ട് മഹേഷിനോട് അടുത്ത് വന്നിട്ട് പറയുകയാണേ അച്ഛാ എനിക്കൊരു ഉമ്മ തന്നേന്ന് പറയും. അപ്പോൾ ഇഷിതര കൈ പിടിച്ചിട്ട് മഹേഷ് ഒരു ഉമ്മവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ പോയിട്ട് ഒരു പാട്ട് വെക്കുകയാണ് കേട്ടോ. മൊബൈലെടുത്തിട്ട് ചിപ്പി ഒരു പാട്ട് വെക്കുന്നുണ്ട്. ആ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ചിപ്പി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡാൻസ് കളിച്ച് ഓടി നടക്കുകയാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ ഇങ്ങനെ എടുക്കുകയാണ്. പെട്ടെന്ന് പാട്ട് കേൾക്കുമ്പോൾ മഹേഷും ഇഷിത ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ്. രണ്ടുപേരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയാണ് രണ്ടുപേരും. അതിന് ശേഷം ചിപ്പി പറയും ആഹാ കൊള്ളാലോ നിങ്ങൾ, എന്താ നിങ്ങളുടെ മുഖത്തൊരു നാണം? ഞാൻ ഒരു ശബ്ദം കേട്ടല്ലോ ഉറക്കത്തിൽ. എന്ത് ശബ്ദം കേട്ടത്? അച്ഛൻ കുറുക്കം വലിക്കുന്ന ശബ്ദമായിരിക്കും എന്ന് ഇഷിത പറയും. അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലാണിത്. എന്നിട്ട് പറയും അമ്മ എൻ്റെ കവളിലെ ഒരു ഉമ്മ തന്നെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇഷിത എന്ന് വെച്ചാൽ ചിപ്പിമോളുടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും ഈ സൗണ്ടാണ് ഞാൻ കേട്ടതെന്ന് പറയും കേട്ടോ. അപ്പോൾ മഹേഷ് ആകെ തല കുമ്പിട്ട് നിൽക്കുകയാണ് നാണക്കേടോടെ. അപ്പോൾ ഇഷിത അയ്യോ എന്തീ പറയണ കുട്ടി, ഇതുപോലത്തെ ശബ്ദങ്ങൾ കുറേ ഞാൻ കേട്ടു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മഹേഷ് ഇഷിത അങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ്. അതിനുശേഷം ചിപ്പി പോയിട്ട് 2 പേർക്കും കൂടി കോഫിയൊക്കെ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് അമ്മേ എനിക്കിന്ന് ഹോളിഡേ ആണെന്ന് അറിയാമല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ഇഷിത പറയും എനിക്കും ഇന്ന് ഓഫാണ്, അപ്പോൾ ഡാഡി നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് പറയും. അപ്പോൾ മഹേഷ് പറയും വേണ്ട എനിക്കിന്നൊരു അസൈൻമെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മഹേഷ് വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും കേട്ടോ. അപ്പോൾ ചിപ്പിയും അതുപോലെ തന്നെ ഇഷിതയും കൂടി മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എടി കള്ളി നിന്നെ ഞാൻ ശരിയാക്കി തരാം, നീ നടുക്കുന്ന് മാറി ഏറ്റത് പോയി കിടുന്നല്ലേ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഇഷിത ചിപ്പിയുടെ ചെവിക്ക് പിടിച്ച് തിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.